കേരളത്തെ ഇത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഭരണ മന്ത്രിമാരെയും അല്ലെങ്കിൽ അതിന് അനുബന്ധിച്ച് കേരള സംസ്ഥാന പ്രസിഡന്റുമാരെയും അതിൻ്റെ അനുഭാവികളെയും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഭാവി തലമുറയെ മുൻനിർത്തിക്കൊണ്ട്, അതായത് അവരുടെ എഡ്യൂക്കേഷനെ വളർത്തിയെടുക്കുന്ന ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി ഒരു കേന്ദ്ര എഡ്യൂക്കേഷൻ വകുപ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഇത് ഒരു ഗൂഢതന്ത്രമല്ലേ? നമ്മുടെ കേരളത്തിൻ്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് ഇപ്പോൾ ഈ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമസ്കാരം, നിലപാടിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം? CPM-ഉം BJP-യും ഇതിന് ഒത്തുകളിക്കുകയാണോ? ആണോ? ഇത്രയും കാലം നിങ്ങൾ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ PM ശ്രീ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അതായത് ഈ പദ്ധതിയിൽ നിന്നും പണം അനുവദിക്കുമ്പോൾ ഈ പണം ചെലവഴിക്കുന്നതോടൊപ്പം ഇതിന് മറ്റ് ചില അജണ്ടകളുണ്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ, അപ്പോൾ ഇത്രയും കാലം ലോകത്ത് അറിയപ്പെടുന്നത് കേരളം വിദ്യാഭ്യാസത്തിൽ, അതായത് എഡ്യൂക്കേഷനിൽ ഒന്നാമതെന്നാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എഡ്യൂക്കേഷനിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മുടെ രാജീവേട്ടൻ പറയുന്നത് കേട്ടാൽ തോന്നും കേരളത്തിന് എഡ്യൂക്കേഷൻ സംവിധാനമേ ഇല്ല. അപ്പോൾ ഈ നമ്മുടെ PM ശ്രീയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പൈസ കൊണ്ട് സ്കൂളുകളിൽ പണം ചെലവാക്കി എഡ്യൂക്കേഷനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, വലിയ തലങ്ങളിലേക്ക് കൊണ്ടുപോവുക. പക്ഷേ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജീവേട്ടൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവിടെ രാജീവേട്ടൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് കേൾക്കണം. കാരണം അദ്ദേഹം പറയുന്ന 9 വർഷവും 9 മാസവും ഈ പദ്ധതി ചവിട്ടിത്താഴ്ത്തി വച്ചിരുന്നു. ഈ ഭാവി തലമുറയെക്കുറിച്ചാണ് ആശങ്ക. അപ്പോൾ ഇനി വരാൻ പോകുന്നത് എഡ്യൂക്കേഷനും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പിന്നെ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ വിലക്കയറ്റത്തിൻ്റെ ഉത്തരവാദി ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് അല്ലേ? കാരണം സെൻട്രൽ ഗവൺമെൻറ് അറിയാതെ ഒരു സ്റ്റേറ്റിനും ഓരോ സാധനവും വരാറില്ലല്ലോ. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ഒരു ഇലക്ഷൻ വന്നു, ഇപ്പോൾ കലങ്ങി വീണാൽ നല്ലതുപോലെ മീൻ പിടിച്ചുകൊണ്ട് കയറാം. പക്ഷേ ഈ പരിപ്പ് കേരളത്തിൽ വേവില്ല. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പറയുന്ന ഈ വാക്കുകൾ നമ്മുടെ കേരളത്തിലെ സമൂഹം കേൾക്കേണ്ടതാണ്. പുതിയൊരു വിഷയവുമായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രസ്താവന നടത്തി. പ്രസ്താവനയല്ല, ഇത് പ്രഖ്യാപനമാണ്. ഇതിൻ്റെ പിന്നിൽ വേറെ അജണ്ടകളുണ്ട്. അതായത് ഇന്ത്യയിലെ ഒരു പഞ്ചായത്തിൽ 2 സ്കൂള് അവർ തിരഞ്ഞെടുക്കും. ശ്രദ്ധിച്ച് കേൾക്കണം, ഇന്ത്യയിലെ ഓരോ പഞ്ചായത്തിലും 2 സ്കൂളുകൾ അവർ തിരഞ്ഞെടുക്കും. ഈ 2 സ്കൂളിൽ ഒരു വർഷം 5 കോടി രൂപ ചെലവാക്കും എന്നാണ് പറയുന്നത്. ഒപ്പം ഈ പൈസ തരുന്ന പ്രധാനമന്ത്രിയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററുടെ ഫോട്ടോയും വെക്കണം. എന്ത് ഗതികേടാണല്ലേ! ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പണം കൊടുത്ത് നിങ്ങൾ എൻ്റെ ഫോട്ടോ സ്കൂളിൻ്റെ മുമ്പിൽ വയ്ക്കണം, അല്ലെങ്കിൽ വീട്ടിൻ്റെ മുമ്പിൽ വയ്ക്കണം എന്ന് പറയുന്നത് എത്ര ഒരു ഗതികേടാണത്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വോട്ട് തന്ന് ഈ സെൻട്രലിൽ ഇരുത്തിയിരിക്കുന്നതും സ്റ്റേറ്റിൽ ഇരുത്തിയിരിക്കുന്നതും. പൊതുജനം ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ആ പൊതുജനത്തിന് എന്താണ് ആവശ്യമെന്ന് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന അവരാണ് യഥാർത്ഥ മന്ത്രിമാർ, അവരാണ് യഥാർത്ഥ മിനിസ്റ്റർ. അപ്പോൾ ഇത് ഒരിക്കലും ഒരു സ്റ്റേറ്റിനും ഔദാര്യമല്ല. അപ്പോൾ നമുക്ക് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന കാര്യം ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. കുട്ടികൾ ഇന്ന് ഇവിടെ ഒരു കൊല്ലം സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് സ്കൂൾ മടങ്ങി വരണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടെങ്കിൽ അത് സാധിക്കും. സ്കൂളിൽ നിന്ന് വിട്ട് ഇനി 5-6 കൊല്ലം കഴിഞ്ഞിട്ട് കോളേജിൽ അഡ്മിഷൻ വേണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹിച്ചാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കോളേജ് പോയില്ല എന്ന് വിചാരിക്കൂ, 6 കൊല്ലം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി സ്കില്ലിംഗ്
ഒരു 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 കരിക്കുലം അത് പങ്കെടുത്തിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും 6-8 കൊല്ലം ഇവർ ചവിട്ടി വെച്ചിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. ആര്? നമ്മള് പിണറായി വിജയൻ സാറും ശിവൻകുട്ടിക്കും. അപ്പോ ഇത് എന്തിനു ചെയ്തു? അതിന്റെ ഒരു ഡയറക്റ്റ് ഫലമായിട്ടല്ല നമ്മൾ ഇന്ന് കാണുന്നത്. കുട്ടികളെല്ലാം പുറത്തുപോയി, നാടിന് പുറത്തുപോയി. നിങ്ങൾ എന്തിനാണ് പിണറായി സർക്കാരും പിന്നെ നമ്മുടെ ശിവൻകുട്ടിയും ഇതിനെ പിടിച്ചു വെച്ചത്? കേരളത്തിലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഈ പദ്ധതിയെ നിങ്ങൾ എന്തിന് ചവിട്ടിത്താഴ്ത്തി വെച്ചു? അതിന് വേറെ ചില പരിപാടികളുണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ അവരുടെ അജണ്ടകൾ ഇതിൻ്റെ പിന്നിൽ നടപ്പിലാക്കണം. അപ്പോൾ ഇനി അദ്ദേഹം പറയുന്ന ബാക്കി ചില കാര്യങ്ങളുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ കൊന്ന കഥ ഇനി വരുന്ന തലമുറ പഠിക്കേണ്ടതായിട്ടില്ല. ആ ഭാഗം അവരെ എടുത്തു മാറ്റും. രാജ്യത്തിൻ്റെ ഓരോ പുരോഗതിയും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങളെ എടുത്തു മാറ്റും. ഇനി അവർ പുതിയത് പഠിച്ചാൽ മതി. അതായത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇതേവരെ പ്രവർത്തിച്ചിട്ടുള്ള ഒന്നും അടുത്ത തലമുറയ്ക്ക് പഠിക്കേണ്ടതായിട്ടില്ല. 2014 ശേഷം ഇങ്ങോട്ടുള്ള കാലം ആ ചരിത്രം മാത്രം പഠിച്ചാൽ മതി എന്നാണ് ഈ പദ്ധതിയുടെ പിന്നിലുള്ള വർഗീയ അജണ്ട. അതായത് സംഘപരിവാറിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇനിയുള്ള കാലങ്ങളിൽ കുട്ടികൾ പഠിക്കേണ്ടതായിട്ട് വരും. അതിനുള്ള പദ്ധതിയാണ് ഈ പദ്ധതി. കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഇതിപ്പോൾ നിലവിൽ നടക്കുന്നത്. അവരെ എതിർക്കുന്ന സ്റ്റേറ്റിൽ ഇല്ല. അതിന് എത്രയോ ഉദാഹരണമാണ് നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ. ഇതും കൊണ്ട് ചെന്നു അവർ ചുരുട്ടിക്കൂട്ടി വെളിയിൽ കളഞ്ഞു. ഹിന്ദി തെരിയാതടാ പോടാ എന്ന് പറഞ്ഞ്. എന്താണ് ഹിന്ദി തെരിയാതടാ പോടാ, തേവയില്ല, ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല, ഇവിടെ ഞങ്ങൾക്കത് വേണ്ട, ഹിന്ദിയേ വേണ്ട. എനിക്ക് പണ്ടല്ല ഇപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഹിന്ദി ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എത്ര കുട്ടികൾ ഹിന്ദി പഠിക്കുന്നു? തമിഴ്നാട്ടിൽ ഹിന്ദി എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. അത് പഠിപ്പിക്കുവാൻ വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടിയെന്നറിയാവോ പാവം സെൻട്രൽ ഗവൺമെന്റ്, അമിത്ഷായൊക്കെ. എന്നിട്ടും അവർ ആ വിഷയത്തിലേക്ക് അടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ടല്ലോ. 3 മാസം ഇലക്ഷൻ വരുന്ന മുമ്പ് വിദ്യാഭ്യാസം ഒരു കൃത്യമായ ഒരു ഇഷ്യൂ ആവും എന്ന് കണ്ടു പേടിച്ചിട്ടാണ് ഈ സർക്കാർ ഇപ്പോൾ പറയുന്നത് PM ശ്രീ സ്കൂളും വേണം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും വേണം. ഈ കേരളത്തിന് അർഹമായ വിദ്യാഭ്യാസ വിഹിതം കിട്ടുന്നില്ല എന്ന പരാതിയാണ് പലപ്പോഴും സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. അല്ല, അതിപ്പോ എല്ലാത്തിലും അങ്ങനെയല്ലേ. കൃഷി മേഖലയിലും അങ്ങനെയാണ്. ആശാ വർക്കേഴ്സിന്റെ ശമ്പളത്തിനെ കുറിച്ച് ചോദിച്ചാൽ അങ്ങനെയാണ്. ഇത് അവര് ഒരു സ്ഥിതി ഉണ്ടാക്കി വെച്ചിരിക്കും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇതാണ് കേരളത്തിന്റെ ആവശ്യം. ഇത് ഇപ്പോൾ നടപ്പിലാക്കാൻ പിണറായി സർക്കാർ വിചാരിക്കുന്നതിന്റെ കാരണം, അതിന് മുതിർന്നതിന്റെ കാരണം, അവർ ചുമ്മാതല്ല. ഈ പൈസ വാങ്ങിയാൽ ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും വെച്ച് നിങ്ങൾ ചെയ്യുന്ന അജണ്ടകൾ നടപ്പിലാക്കാൻ അവർ ഒരു കാരണവശാലും മുതിരില്ല. രണ്ടാമത് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം, അടുത്ത ഇലക്ഷനും ജയിക്കണം. അവർക്ക് ഇനിയും ഭരണം വേണം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കേരളത്തിൽ പിടിക്കണം. കേന്ദ്രത്തിൽ പിടിച്ചു, ഇനി കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കണം. ഒരു കാരണവശാലും അത് നടക്കില്ല. അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പരിപാടിയൊക്കെ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ നടക്കില്ല. അതിന് ഇനി ഒരു 25-50 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടായിരിക്കാം. ഒരു 10-25 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നത്, ഇപ്പോഴല്ല. എഡ്യൂക്കേഷനിലേക്ക് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി മാത്രമാണ്. ഇത് വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്താണെന്ന് അദ്ദേഹം പറയുന്നേയില്ല. അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ BJPയുടെയും സംഘപരിവാറിൻ്റെയും RSSൻ്റെയും വലിയ അജണ്ടകളുണ്ട്. രാഹുൽ ഗാന്ധിയും CPM അല്ലെങ്കിൽ ശിവൻകുട്ടിയോ SDP അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയാണോ തീരുമാനിക്കുന്നത് എന്നാണ് കേരളത്തിലെ മലയാളികളാണ് ഇതെല്ലാം ഈ പറയുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. അദ്ദേഹം പുറത്തുനിന്ന് വന്ന ആളല്ല, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും നിങ്ങളെപ്പോലെ എല്ലാ സംസ്ഥാനത്തിലും പോകാനും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല അദ്ദേഹം രാജ്യത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയാണ്.
അപ്പോൾ ഇനി നമുക്ക് ഇതേ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കേൾക്കണം. 10 കൊല്ലം കടമെടുക്കാണ്ട് ഈ സർക്കാരിന് ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി ആരാണ് സൃഷ്ടിച്ചത്? 10 കൊല്ലം ഇവിടെ ഭരിച്ചത് ആരാണ്? ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, സർക്കാർ ഉണ്ടായിരുന്നു, CPM ആയിരുന്നു. അപ്പോൾ ഒരു ഇക്കണോമിനെ തകർത്ത് വെച്ച ഒരു സർക്കാർ ഇന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ വികസനം, ഇക്കോണമി, വിദ്യാഭ്യാസം, തൊഴിൽ ഇതെല്ലാമായിരിക്കും പ്രധാനപ്പെട്ട ഇഷ്യൂസ്. അതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായി മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഇതുവരെ ഈ ഓരോരോ വിഭജിക്കുന്ന ഒരു നറേറ്റീവും സെക്യുലറിസം, ഒരു ഫേക്ക് സെക്യുലറിസം അതെല്ലാം ഇപ്പൊ തകർന്നു പോയല്ലോ. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക്. അപ്പോൾ ഇനി വരുന്ന ഇലക്ഷന് വികസനം, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, വിദ്യാഭ്യാസം, അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, തൊഴില്, വിലക്കയറ്റം ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. ചർച്ച ചെയ്യാൻ പോകുന്ന ഇഷ്യൂ ഇതിലാണ്. ഇത് നമ്മുടെ സഖാമാർക്ക് നന്നായിട്ട് കൃത്യമായി ഇപ്പോ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു കോഴ്സ് കറക്ഷൻ. ഒരു 3 മാസം, 9 കൊല്ലം 9 മാസം ഒന്നും ചെയ്യാത്ത സർക്കാർ ഇന്നിപ്പോ ഇലക്ഷന് 3 മാസം മുമ്പേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ഇംഗ്ലീഷ് പറയാം. 9 കൊല്ലം 9 മാസം കഴിഞ്ഞിട്ടാണ് ബുദ്ധി ഇപ്പോ അവരുടെ സ്വിച്ച് ഓൺ ആവുന്നത്. ഹിജാബ് വിവാദം തുടരുകയാണ്. ഇല്ല, എന്താണ് അതിൽ വിവാദം? അത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞില്ല. ഞങ്ങളുടെ അതിനെ കുറിച്ച് നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ നാടിന്റെ സെക്യുലറിസമും ഈ നാടിന്റെ സമാധാനവും സൊസൈറ്റൽ കൾച്ചറും തീരുമാനിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി, SDPI അല്ല. ഇവിടുത്തെ മലയാളികൾ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കും സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇത് SDPI അല്ല ചെയ്യേണ്ടത്, ഇത് ശിവൻകുട്ടി അല്ല ചെയ്യേണ്ടത്, ഇത് ജമാഅത്തെ ഇസ്ലാമി അല്ല ചെയ്യേണ്ടത്, ഇത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി അല്ല ചെയ്യേണ്ടത്. ഇവിടുത്തെ മലയാളികൾ തീരുമാനിക്കും. രാജീവ് ചന്ദ്രശേഖർ സാർ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടുത്തെ മലയാളികൾ തീരുമാനിക്കും. ഇത് SDPയോ ജമാഅത്ത് ഇസ്ലാമിയോ ശിവൻകുട്ടിയോ പിന്നെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയോ അല്ല തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മലയാളികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയും SDPയും ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസും ഒക്കെ ഈ കേരളത്തിലുള്ളതല്ലേ ഇവരൊന്നും? നിങ്ങൾക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇത്രയധികം വലിയ ഒരു ആശങ്ക ഉണ്ടായത്? കേരളത്തെ അപമാനിക്കുന്ന തരത്തിലല്ലേ ഈ പറയുന്നത്? കേരളത്തിലെ പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുരോഗതിയും ഇല്ലേ? അതോ പിന്നെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ? മറ്റ് സംസ്ഥാനങ്ങളെ എടുത്തു നോക്കിയാൽ, മറ്റ് സംസ്ഥാനങ്ങളെ ആക്ഷേപിച്ച് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ? കേരളത്തിലെ യുവാക്കൾക്ക് വിദ്യാഭ്യാസമില്ലേ? അവർക്ക് ഏതർത്ഥത്തിലാണ് വിദ്യാഭ്യാസമില്ലാത്തത്? പിന്നെ ഇവിടെ നമ്മുടെ നാട് വിട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. ഹൈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, വലിയ വലിയ പഠിത്തങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടം വിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പല വ്യക്തികളും, പല ആൾക്കാരും, എല്ലാവരും 99% മനുഷ്യരും വലിയ എഡ്യൂക്കേഷൻ, അതായത് ഹൈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ ഈ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത്രയധികം പുരോഗമനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലെങ്കിൽ ഈ 10 വർഷം നിങ്ങളല്ലേ സെൻട്രൽ ഭരിച്ചിരുന്നത്? അന്നൊന്നുമില്ലാത്ത ഒരു വിഷയം ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഈ അടുത്ത സമയത്ത് എങ്ങനെ തോന്നി? ഇനി 3 മാസം ബാക്കി നിൽക്കുമ്പോൾ പിണറായി സർക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അപ്പോൾ ഇതിൻ്റെ പിന്നിലെ അജണ്ട എന്താ? നിങ്ങൾക്കൊരു സീറ്റ് കേരളത്തിൽ പിടിക്കണം. അതിനുവേണ്ടി നിങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഇതിനെ നമ്മുടെ പിണറായി സർക്കാരിനെയും കൂട്ടുപിടിക്കുന്നു. ഇതാണ് സത്യം. അത് നടക്കില്ല. ആ പരിപ്പ് ഇവിടെ വേവൂല. കേരളത്തിൽ ഒരു അബദ്ധം തൃശ്ശൂർക്കാർക്ക് പറ്റി, അതിനി ആവർത്തിക്കില്ല എന്നാണ് എല്ലാവരും കരുതുന്നത്. അങ്ങനെ തന്നെ ആകണം. കാരണം നിങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഒന്നും ശുദ്ധമല്ല. നിങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പിന്നിൽ വേറെ ചില അജണ്ടകളുണ്ട്. ഈ അജണ്ടകൾ നടപ്പിലാക്കാൻ പറ്റില്ല. രാജ്യത്തിന് വേണ്ടത് നിങ്ങൾ പറഞ്ഞതുപോലെ, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാർ പറഞ്ഞതുപോലെ സെക്യുലറിസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരമപ്രധാനപ്പെട്ടതാണ്. സ്വാതന്ത്ര്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് രാജ്യത്ത് ജനങ്ങൾ യുദ്ധം ചെയ്തത്. ആ യുദ്ധത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇപ്പോൾ അനുഭവിക്കാൻ ആർക്കും സാധ്യമല്ല. അതിന് അനുവാദവുമില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്.
ഇനി അടുത്തൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഇലക്ഷൻ വരുമ്പോൾ അതിനൊരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കും. അതിന്റെ തെളിവുകൾ, അതിന്റെ അലയൊലികൾ ഇപ്പോൾ തന്നെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ബീഹാറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് അടുത്ത ഒരു സർക്കാർ അവിടെ ഉണ്ടാകുന്നതെന്ന്. ആ ഒരു ചുറ്റുപാടിൽ തമിഴ്നാട്ടിൽ ഈ പരിപാടി നടത്താൻ വേണ്ടി നിങ്ങൾ എന്തുമാത്രം ശ്രമിച്ചു? അവരവസാനം കോടതിയിൽ പോയി. കോടതിയിലാണ് ഇപ്പോൾ ആ വിഷയം നീക്കുന്നത്. തമിഴ്നാട് ഗവൺമെന്റ് സ്റ്റാലിൻ വളരെ സ്ട്രോങ് ആയി പറഞ്ഞു, ഇതിവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. എൻ്റെ സംസ്ഥാനത്തെ കുട്ടികൾക്ക് എന്താണ് ആവശ്യം അത് ഞങ്ങൾ നടപ്പിലാക്കും, നിങ്ങൾ വേണ്ട. ഈ പറഞ്ഞതുപോലെ 5 കോടി രൂപ കൊടുക്കും. ഈ 5 കോടി രൂപ കൊടുത്താൽ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം മറ്റ് ചിലതാണ്. അത് നമുക്കിവിടെ കേൾക്കാം. കേട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂളുകൾ, ആ സ്കൂളുകളുടെ വികസന പ്രവർത്തനം നടപ്പിലാക്കിയാൽ അവിടെ PM ശ്രീ എന്ന നരേന്ദ്രമോദിയുടെ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കൂടി വെച്ചിട്ടുള്ള ഒരു ബോർഡ് ആ സ്കൂളിന് മുന്നിൽ സ്ഥാപിക്കണം. ഇതാണ് ഈ 2 പ്രശ്നങ്ങളാണ്. അതായത് വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാവുക, കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന നിലയിലുള്ള വിദ്യാഭ്യാസ നയം രൂപീകരിക്കുക, അതുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതികൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, സംസ്ഥാനം കൂടി പണം മുടക്കി നടത്തുന്ന ഒരു പദ്ധതി, അതിൽ എന്തിന് പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച PM ശ്രീ എന്ന ബോർഡ് സ്ഥാപിക്കണം. ഈ 2 വിഷയത്തിലാണ് എതിർപ്പുണ്ടായിരുന്നത്. ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഈ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ തമിഴ്നാടാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചു. സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന ആലോചന കുറേ കാലമായി നടത്തി വന്നതാണ്. പക്ഷേ ഒരു പ്രശ്നം, ഇതിൽ എതിർപ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് മാറണം, വർഗീയപരമായ കണ്ടന്റുകൾ ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്. ഒരുപാട് തരത്തിലുള്ള ആലോചനകൾ നടത്തി. ഇത് ഉൾപ്പെടാതെ തന്നെ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ഫണ്ടുകൾ, അതായത് ഇതിൽ ഉൾപ്പെടാത്തതുകൊണ്ട്, അതിൽ ഒപ്പുവെക്കാത്തതുകൊണ്ട് ഏകദേശം വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കണക്ക് പ്രകാരം 1466 കോടി രൂപ ഇതുവരെയും സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുണ്ട്. പക്ഷേ അത് ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് മാത്രമല്ല, SSK ഉൾപ്പെടെയുള്ള സംസ്ഥാന പദ്ധതികളുടെ കേന്ദ്ര വിഹിതമായ തുക അത് ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. 2 വർഷമായി കേന്ദ്രം ഈ വിഹിതം നൽകാതിരിക്കുന്നത്. ഏകദേശം ഈ പറയുന്ന നേരിട്ട് 1200 കോടി രൂപ, അല്ലാതെ എല്ലാം ചേർത്ത് 1466 കോടി രൂപയോളം ലഭിക്കാനുണ്ട്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ തവണ ഏറ്റവും അവസാനം ചർച്ച നടത്തിയപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞത്, എന്ന് നിങ്ങൾ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നു അന്ന് അർദ്ധരാത്രി കൊണ്ട് ഈ തുകയെല്ലാം പാസ്സാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. പ്പെട്ട കാര്യം, ഇത് ദേശീയ വിദ്യാഭ്യാസ നയം, ഇപ്പോൾ വിജയൻ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം അത് സംഘപരിവാരവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പുസ്തകങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങൾ അവർ അടിച്ചേൽപ്പിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങൾ നടപ്പാക്കി വരുന്നുണ്ട്. ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം നടപ്പാക്കി വരുന്നുണ്ട്. അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് PM ശ്രീ കൂടി വരിക. അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും സംഘപരിവാരവൽക്കരണം നടക്കും. അതിന് നമ്മൾ നിന്നു കൊടുക്കേണ്ടതില്ല എന്നുള്ള CPIയുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വിഷയം ഉയർന്നു വരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, ഇപ്പോൾ വിജയൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. അത് V. ശിവൻകുട്ടി എടുക്കുന്ന തീരുമാനമല്ല, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനമാണ്.